Good afternoon. Good afternoon, ma'am. Okay. ഇന്ന് ക്യാമറ ഓൺ ചെയ്യുന്നില്ല കേട്ടോ, കാര്യം പവർ ഫെയിലിയർ ആണ് ഇവിടെ. അതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് സൗണ്ട് മാത്രമേ നിങ്ങൾക്ക് കേൾക്കുള്ളൂ. സ്ക്രീൻ നമുക്ക് മീൻസ് ക്യാമറ ഓൺ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ, പവർ ഫെയിലിയർ ആണ് ഇവിടെ. ഓക്കെ ഓക്കെ അല്ലേ? 2:15 വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. 45 മിനിറ്റ് നമ്മൾ ക്ലാസ് എടുക്കുന്നുള്ളൂ. രാവിലെ തൊട്ട് പവർ ഫെയിലിയർ ആണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഊണൊക്കെ കഴിച്ചില്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ എല്ലാവരും? ഫുഡ് കഴിച്ചില്ല എല്ലാവരും? ഓക്കെ ശരി. 1 വരെയല്ല, എന്റെ ക്ലാസ് ആണ് ഞാൻ പറഞ്ഞത്. എന്റെ ക്ലാസ് 2:15 വരെ ഉണ്ടാവുള്ളൂ കേട്ടോ, 2:15 വരെ ഉണ്ടാവുള്ളൂ. ഇവിടെ പവർ ഫെയിലിയർ ആണ് രാവിലെ തൊട്ട്, അതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്യാതെ ക്ലാസ് എടുക്കാനാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് കഴിച്ചു കേട്ടോ, അച്ഛനാണ് ഭക്ഷണം കഴിച്ചു. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുന്നത് കേട്ടോ, ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഫാർമസി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് നമ്മൾ കവർ ചെയ്തിരുന്നു. ഫാർമസി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടാ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഏതാണത്? ലബോറട്ടറി സർവീസ് ആണ് കേട്ടോ. ഏതാണ്? ലബോറട്ടറി സർവീസ് ആണ്. ചാപ്റ്ററിന്റെ പേര് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചാപ്റ്റർ നമ്പർ 3 ആണ് കേട്ടോ. മൊഡ്യൂൾ 2-നകത്തെ 3rd ചാപ്റ്റർ ആണ് ലബോറട്ടറി സർവീസ്. ഓക്കെ, എല്ലാവരും എടുത്ത് വെക്കാം. എല്ലാവരുടെ പേജ് നമ്പർ ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, എല്ലാവരും എടുത്തെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എങ്ങാനും ഇതാ ഓഫായി പോവുകയാണെങ്കിൽ നിങ്ങൾ ഇതാവണ്ട കേട്ടോ, ഫെയിലിയർ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ലബോറട്ടറി സർവീസ് അല്ലെ, ചാപ്റ്റർ നമ്പർ 3 ആണ്. ലാബ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ലാബ് എന്താണെന്നുള്ളത് നമുക്ക് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. ലാബ് എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മള് ശരിക്കും പറഞ്ഞൊരു 70% ഡയഗ്നോസിസ് നടക്കുന്നത് ഇതിലൂടെയാണ്, ഇത്തരത്തിലുള്ള ലാബ് പരിശോധനയിലൂടെയാണ് അല്ലെ. ശരിയല്ലേ? 70%. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, നമ്മൾ ഡോക്ടറെ പോയി കാണുന്നു, കണ്ടു കഴിഞ്ഞൊരു 3 ദിവസത്തേക്കുള്ള മരുന്ന് അല്ലെ, മെഡിസിൻസ് ഒക്കെ നമ്മൾ ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. നമ്മൾ ഈ പറയുന്ന മരുന്ന് മറ്റും കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ അസുഖങ്ങൾ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അവര് നമ്മളോട് എന്താ ആവശ്യപ്പെടുക? എന്തായിരിക്കും അവർ പറയാം? ഒരു ടെസ്റ്റിന് എഴുതി തരും അല്ലെ. പൊതുവെ അവർ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അവര് എഴുതി തരും അല്ലെ. അപ്പൊ ഇത്തരത്തില് എന്താണ്, ഒരു 70% രോഗനിർണയം നമ്മൾ നടത്തുന്നത് ഇങ്ങനെയുള്ള ലാബ് പരിശോധനയിലൂടെയാണ്. അപ്പൊ ലബോറട്ടറിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ നമ്മുടെ ബയോളജിക്കൽ സ്പെസിമെൻസ് അഥവാ ക്ലിനിക്കൽ സ്പെസിമെൻസിന് പരിശോധന നടത്തുന്ന ഒരു സ്ഥലമാണിത് ലബോറട്ടറി. നമുക്ക് ചുരുക്കി എന്ത് പറയാം? നമുക്ക് ലാബ് എന്ന് പറയാം അല്ലെ. എന്താണ് ക്ലിനിക്കൽ സ്പെസിമെൻസ് അഥവാ ബയോളജിക്കൽ സ്പെസിമെൻസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽസ് അല്ലെ, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോളജിക്കൽ സ്പെസിമെൻസ് അഥവാ ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത് അല്ലെ. അതിപ്പോ എന്തൊക്കെയാവാം? ബ്ലഡ് ആവാം അല്ലെ, യൂറിൻ ആവാം, അല്ലെങ്കിൽ സ്പ്യൂട്ടം അല്ലെ, കഫമാവാം, സ്റ്റൂള് അല്ലെ, മലം അല്ലെ, അത് അങ്ങനെയാവാം, സെറം ആയിരിക്കാം, സെല്ലുകളായിരിക്കാം, ടിഷ്യൂസ് ആയിരിക്കാം. അങ്ങനെ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി എടുക്കുന്ന ഇത്തരം മെറ്റീരിയൽസിന് നമ്മൾ ബയോളജിക്കൽ സ്പെസിമെൻസ് അഥവാ ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. സ്ക്രീൻ ഒന്ന് നോക്കാം. Chapter number 3, Laboratory Service Introduction. A medical laboratory or clinical laboratory is a place where the tests are done on clinical specimens to get the information about the health of a patient to help in diagnosis, treatment and prevention of a disease. അവിടെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാം കേട്ടോ. അതുപോലെ ഡയഗ്നോസിസ് കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് കൊടുക്കാം. ഒന്നുകൂടെ വായിക്കാണ്. A medical laboratory
or clinical laboratory is a place where the tests are done on clinical specimens to get the information about the health of a patient to help in diagnosis, treatment and prevention of disease. അല്ലെ, രോഗനിർണയത്തിനും അതിലൂടെ എന്താണ് ചികിത്സയ്ക്കും അതുപോലെ തന്നെ എന്താണ് പ്രിവെൻഷനും, അല്ലെ, പ്രിവെൻഷനും രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ക്ലിനിക്കൽ സ്പെസിമെൻസിന് പരിശോധന നടത്തുന്ന ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് മെഡിക്കൽ ലബോറട്ടറി അഥവാ ക്ലിനിക്കൽ ലബോറട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഒരു ലാബ് എന്ന് പറയുമ്പോൾ അത് ക്യൂറേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ലാബ്. അല്ലെ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നമ്മൾ കോവിഡ് നേരിട്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇപ്പൊ കോഴിക്കോട് നിപ്പ വൈറസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊരു നിപ്പ വൈറസ് ആണെന്നും അതിന് ഇത്രയേറെ പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ഉണ്ടെന്നും ഒക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ലാബ് പരിശോധനയിലൂടെയാണ്. അല്ലെ, അപ്പൊ ആ രീതിയിൽ അത്തരം അസുഖങ്ങൾ നമ്മൾ കണ്ടുപിടിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകൾ എടുക്കുന്നത്. ശരിയല്ലേ? ആ ഒരു രീതിയിൽ എന്താണ് ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു ക്യൂറേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ലബോറട്ടറി സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് രോഗനിർണയം നമ്മളെപ്പോഴും പറയും, കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെ, അപ്പൊ അത്തരത്തില് രോഗനിർണയത്തിനും അതിലൂടെ ചികിത്സയ്ക്കും പിന്നെന്താണ് രോഗത്തിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ആ ഒരു രോഗിയുടെ പൂർണ്ണമായിട്ടുള്ള ഹെൽത്ത് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകണം. അല്ലെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലിനിക്കൽ സ്പെസിമെൻസിൽ പരിശോധന നടത്തുന്ന ഒരു സ്ഥലത്തിനെയാണെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി അഥവാ ക്ലിനിക്കൽ ലബോറട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, മെഡിക്കൽ ലബോറട്ടറീസ് ഡിഫർ ഇൻ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ആൻഡ് സോ പ്രൊവൈഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് സർവീസസ്. അല്ലെ, ഇപ്പൊ നമ്മൾ മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത് വലിപ്പത്തിലായാലും അതിന്റെ കോംപ്ലക്സിറ്റി, അല്ലെ, അതിനകത്തായാലും എന്താണ് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ പണ്ട് കാലങ്ങളിലാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ 1-2 ലാബുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? നമുക്ക് അല്ല. ഇന്നിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക സ്ഥലത്ത് ഇഷ്ടംപോലെ ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ DDRC പോലുള്ള ലാബുകളൊക്കെ തന്നെ ഒരു പ്രദേശത്ത് തന്നെ 1, 2, 3, 4 ഒക്കെ നമുക്ക് ലാബുകൾ കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ചെറിയ ലാബ് മുതൽ വലിയ ലാബുകൾ വരെ, ഇല്ലേ? ഓക്കെ, അപ്പൊ ഇത്തരത്തില് ലാബുകൾ എപ്പോഴും എന്താണ് അതിന്റെ സൈസിലായിക്കോട്ടെ, അതിന്റെ കോംപ്ലക്സിറ്റിയിൽ, അതിന്റെ സങ്കീർണത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ചെറിയ ലാബാണ്, ഇപ്പൊ ബേസിക് ആയിട്ടുള്ള റിസോഴ്സസ് മാത്രമുള്ള ഒരു ലാബാണെങ്കിൽ ആ രീതിയിലുള്ള സർവീസസ് മാത്രമേ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെ, അതേസമയം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലാബുകളാണെങ്കിലോ അവർക്ക് കുറേയും കൂടെ കൂടുതൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സേവനങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു അർത്ഥത്തിലാണ് അവിടെ പറയുന്നത് മെഡിക്കൽ ലബോറട്ടറി ഡിഫർ ഇൻ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ആൻഡ് സോ പ്രൊവൈഡ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് സർവീസസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. മെസ്സേജ് സെൻഡ് ചെയ്താൽ മതി, എനിക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഇനി വേറൊരു ഡെഫിനേഷൻ അവർ പറയാണ് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറിക്ക് വേറൊരു ഡെഫിനേഷൻ അവർ പറയാണ്. മെഡിക്കൽ ലബോറട്ടറി ഈസ് എ പാർട്ട് ഓഫ് ദ ലബോറട്ടറി that is equipped with various biomechanical instruments. അത് മെക്കാനിക്കൽ എന്നുള്ളതൊന്ന് തിരുത്താം. മെക്കാനിക്കൽ വെട്ടിയിട്ട് മെഡിക്കൽ എന്നാക്കാം കേട്ടോ. ശ്രദ്ധിക്കാം കേട്ടോ. ബയോമെക്കാനിക്കൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മെക്കാനിക്കൽ വെട്ടിയിട്ട് മെഡിക്കൽ എന്നാക്കാം കേട്ടോ. മെഡിക്കൽ. ഓക്കെ, അപ്പൊ നോക്കാം. ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് റിയേജൻസ്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കെമിക്കൽസ്, for carrying out different laboratory investigative activities by using the biological specimens. ഇതൊക്കെയാണ് ബയോളജിക്കൽ സ്പെസിമെൻസ് അഥവാ ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഹോൾ ബ്ലഡ്, അല്ലെ, ബ്ലഡ്, അതുപോലെ തന്നെ സെറം, അല്ലെ, സെറം, പിന്നെന്താണ് പ്ലാസ്മ, യൂറിൻ, സ്റ്റൂൾ, എക്സെട്ര, അല്ലെ, ഇങ്ങനെയുള്ളതാണ് ബയോളജിക്കൽ സ്പെസിമെൻസ്. അപ്പൊ വേറൊരു ഡെഫിനേഷൻ ആണ് അവിടെ പറയുന്നത്. മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത് ലബോറട്ടറിയുടെ തന്നെ ഒരു ഭാഗമാണ്. അത് വന്നിട്ട് എന്താണ്? ഇത്തരത്തില് ബയോളജിക്കൽ സ്പെസിമെൻസില് പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റുകളും എക്യുപ്മെന്റുകളും അതുപോലെ തന്നെ മെറ്റീരിയലുകൾ, അല്ലെ, റിയേജൻസുകൾ, കെമിക്കൽസുകളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ലബോറട്ടറിയുടെ തന്നെ ഒരു ഭാഗമാണിത് മെഡിക്കൽ ലബോറട്ടറി. ലബോറട്ടറിയുടെ ഭാഗം എന്ന് പറയുന്നത് പലതരം ലബോറട്ടറി ഉണ്ട്. മെഡിക്കൽ ലബോറട്ടറി ഉണ്ട്, കെമിസ്ട്രി ലബോറട്ടറികൾ ഉണ്ട്. അപ്പൊ അങ്ങനെ പല ടൈപ്പ് ലബോറട്ടറി ഉണ്ട്. അത്തരത്തിലുള്ള ലാബിന്റെ ഒരു ഭാഗം തന്നെയാണ് ക്ലിനിക്കൽ ലബോറട്ടറി അഥവാ മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 2 ഡെഫിനിഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്.
തുടക്കം നമ്മൾ പറഞ്ഞത് എന്താണ് രോഗനിർണയത്തിനും അതിലൂടെ ചികിത്സയ്ക്കും പിന്നെന്താണ് പവർ ഫെയിലിയർ ആണ് സുഹൈന, അതുകൊണ്ടാണ് കേട്ടോ. ക്യാമറ ഓൺ ചെയ്തിട്ടേ ക്ലാസ് എടുക്കാനായിട്ട് പറ്റില്ല, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അത്രയും പവർ ഇത് കൺസ്യൂം ചെയ്യില്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്കൊരു 45 മിനിറ്റേ നമ്മൾ ക്ലാസ് എടുക്കുന്നുള്ളൂ. രാവിലെ തൊട്ട് ഇവിടെ പവർ ഫെയിലിയർ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിന്റെ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കുക, ഞാൻ പറഞ്ഞ 2 ഡെഫിനിഷൻസ് ഇതൊക്കെയാണ്. ഒന്നാമത്തെ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് ഒരു സെന്റൻസുകള് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അതുപോലെ തന്നെ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് രോഗിയുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകണം. അതിന് വേണ്ടിയിട്ട് ബയോളജിക്കൽ സ്പെസിമെൻസ് അഥവാ ക്ലിനിക്കൽ സ്പെസിമെൻസിൽ പരിശോധന നടത്തുന്ന സ്ഥലത്തിനെയാണ് നമ്മുടെ മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. ലാബുകൾ എന്ന് പറയുന്നത് സൈസിനും കോംപ്ലക്സിറ്റിക്കും അനുസരിച്ച് വ്യത്യാസമുണ്ട് അല്ലെ, അതിനനുസരിച്ച് അവരുടെ സേവനങ്ങളിലും എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി വേറൊരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ബ്ലഡ്, സെറം, പ്ലാസ്മ, സ്റ്റൂള് ഇങ്ങനെയുള്ള ക്ലിനിക്കൽ സ്പെസിമെൻസിൽ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ബയോമെഡിക്കൽ എക്യുപ്മെന്റുകളും ധാരാളം എക്യുപ്മെന്റുകൾ ലാബിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റുകളും എക്യുപ്മെന്റുകളും മറ്റ് റിയേജന്റുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ ലാബ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. ഇനി നോക്കുക കേട്ടോ. The objectives of a medical laboratory are providing its customers exact result which share clinical treatment. ഇനി പറയുന്നത് എന്താണ്, ഒരു ലാബിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ് ആ ലാബിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? എന്താണ് ഒരു ലാബിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ കസ്റ്റമേഴ്സിന് അല്ലെ, ലാബിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അത് ഫിസിഷ്യൻസ് ആവാം, പേഷ്യൻസ് ആയിരിക്കാം. ഇല്ല, എന്നെ ആർക്കും കാണാൻ പറ്റുന്നില്ല, എന്നെ ആർക്കും കാണാൻ പറ്റില്ല. ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടേക്കാണ് കേട്ടോ, പവർ ഫെയിലിയർ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നോക്കുക, അത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെഡിക്കൽ ലബോറട്ടറി ഞാൻ പറഞ്ഞു. അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിസിഷ്യൻസും പേഷ്യൻസ് ആണ് അല്ലെ, ഡോക്ടേഴ്സും ഉണ്ട്, രോഗികളുണ്ട്. നമുക്കറിയാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരു പേഷ്യന്റ് എന്ത് ചെയ്യുന്നത്, ഒരു ലാബിലേക്ക് പരിശോധനയ്ക്കായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഡോക്ടേഴ്സും രോഗികളും ഒക്കെയാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന അവരുടെ കസ്റ്റമേഴ്സിന് എക്സാക്ട് റിസൾട്ട് കൊടുക്കുക, വിച്ച് ഷെയർ ദ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ, കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഒരു ലാബിന്റെ. കാര്യം നമ്മളൊരു ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള കറക്റ്റ് ഡയഗ്നോസിസ് നമുക്ക് നടത്താൻ പറ്റൂ. കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പ്ലാനുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ മെഡിക്കൽ ലബോറട്ടറി എന്താണ്? ടു പ്രൊവൈഡിംഗ് ദ കസ്റ്റമേഴ്സ് എക്സാക്ട് റിസൾട്ട് ദാറ്റ് ഷെയർ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ശരി. ഇനി അടുത്തതാണ്, അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ കടന്നു. ഈ ഒരു ചാപ്റ്ററിന് എന്നിട്ട് നമുക്ക് ലാബ് എന്താണെന്നും അതുപോലെ തന്നെ ലാബിന് പല ഡിവിഷൻസ് ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്, ഫങ്ഷണൽ ഡിവിഷൻസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറാർക്കി പഠിക്കാനുണ്ട്. ഒരു ലബോറട്ടറി അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഒരു ഹൈറാർക്കി. ഇപ്പൊ നമ്മൾ ബ്ലഡ് ബാങ്കിൽ എടുത്ത് ഓർഗനോഗ്രാം നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടാവും. എന്നതുപോലെ ഇതിനകത്ത് ഒരു ഹൈറാർക്കി പഠിക്കാനുണ്ട്. ലാബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഒരു നല്ല ലാബിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പലതരത്തിലുള്ള ലാബുകളുണ്ട്, പിന്നെ എക്യുപ്മെന്റുകൾ. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാർണിംഗ് സൈനുകൾ അല്ലെ. നമ്മുടെ ലബോറട്ടറിക്ക് എന്ത് വേണം? ഈ പറയുന്ന വാർണിംഗ് സൈനുകൾ, അതായത് ചിത്രങ്ങൾ അടക്കം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനകത്തുണ്ട്. പിന്നെ ലാബ് മാനേജറുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഭാഗത്തോട്ട് കിടക്കാം. ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ലാബ് എന്താണെന്നത് ക്ലിയർ ആയി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസസ്. ഓക്കെ, അതായത് ലാബ് സേവനങ്ങള്, ലാബ് അവ നൽകുന്ന സേവനങ്ങള്, അവ ചെയ്യുന്ന ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ലാബിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസസ്. ലാബ് നൽകുന്ന സേവനങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഫങ്ഷൻസിന്, പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നമുക്ക് ലാബിനെ 5 ഡിവിഷൻസ് ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, എന്താണ് അതില്
PDF കിട്ടിയിട്ടില്ലേ ഇതുവരെ? ആദ്യത്തെ ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്? PDF നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്സിൽ കയറുന്നത്? അപ്പൊ നമ്മുടെ എല്ലാ നോട്ട്സുകളും PDF കംപ്ലീറ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കണം. ഓക്കെ, പ്രിന്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. അതായത് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്ക് തുടക്കമേ തന്നെ PDF സെറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചാൽ മതി കേട്ടോ. എല്ലാ സബ്ജക്ട്സും, സബ്ജക്ട് മീൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ എല്ലാ ചാപ്റ്റേഴ്സുകളും ഉണ്ട് കേട്ടോ. PDF ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടില്ലേ? ഗ്രൂപ്പിലെ ആൾക്കാരോട് ചോദിച്ചാൽ മതി കേട്ടോ. അവര് പറഞ്ഞത് എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട് കേട്ടോ. ഗ്രൂപ്പിൽ ആഡ് ആയിട്ടില്ല അല്ലെ? ഓക്കെ ഓക്കെ. സുഹൈന അന്ന് ആ കുട്ടി ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. ഗ്രൂപ്പിലില്ല അല്ലെ? അതിൽ ഗ്രൂപ്പിലില്ല. അപ്പൊ അതിലൊന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എല്ലാ വിവരങ്ങളും ആ കുട്ടിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശരി. ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസസ് ട്ടോ. ലാബിലെ അവ നൽകുന്ന സേവനങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ 5 ആയിട്ടാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 5 ആയിട്ട്, ഓക്കെ, അതില 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 5 ഫങ്ഷണൽ ഡിവിഷൻസ്? ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ക്ലിനിക്കൽ പാത്തോളജി. ഒന്നാമത്തെ എന്താണ്? ക്ലിനിക്കൽ പാത്തോളജി. രണ്ടാമത്തെ എന്താണ്? ക്ലിനിക്കൽ മൈക്രോബയോളജി. രണ്ടാമത്തെ എന്താണ്? ക്ലിനിക്കൽ മൈക്രോബയോളജി. തേർഡ് വൺ എന്താണ്? ക്ലിനിക്കൽ ബയോകെമിസ്ട്രി അല്ലെ? ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. നാലാമത്തെ എന്താണ്? യൂറിനാലിസിസ്. എന്താണ്? യൂറിനാലിസിസ്. ആൻഡ് ഫിഫ്ത് വൺ എന്താണ്? ബ്ലഡ് ബാങ്ക്. ഓക്കെ, അപ്പൊ എത്രയായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്? 5 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ക്ലിനിക്കൽ പാത്തോളജി. ഓക്കെ, ക്ലിനിക്കൽ പാത്തോളജി. അപ്പൊ പാത്തോളജി എന്ന വാക്ക് നമുക്ക് പരിചയമുണ്ട് അല്ലെ? എന്താണ് പാത്തോളജി എന്ന് പറഞ്ഞാല്? എന്താണ് പാത്തോളജി എന്ന് പറഞ്ഞാല്? കമന്റ് ചെയ്ത് നോക്കട്ടെ. പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? അറിയാവുന്ന ഒരു കമന്റ് ചെയ്യും കേട്ടോ. എന്താണ് പാത്തോളജി എന്ന് പറഞ്ഞാല്? യെസ്, വെരി കറക്റ്റ്. ഫാത്തിമ കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലെ? രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാത്തോളജി. ഓക്കെ, നിങ്ങളെല്ലാവരും അറിയണം കേട്ടോ. പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസസ് അല്ലെ? രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. ഓക്കെ, സുഹൈന കറക്റ്റ് ഉണ്ട് കേട്ടോ. രോഗം എന്താണ്? രോഗകാരണങ്ങൾ എന്തൊക്കെയാണ്? രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെ നമുക്ക് രോഗത്തിനെ പ്രിവെന്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു പഠനത്തിനെയാണ് നമ്മൾ പാത്തോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും? നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, സാമ്പിൾസ് അല്ലെ? ബ്ലഡ്, യൂറിന്, സെല്ലുകള്, ടിഷ്യൂസ്, ഇത്തരത്തിലുള്ള ബയോളജിക്കൽ സ്പെസിമെൻസിൽ പരിശോധന നടത്തിയിട്ട് രോഗനിർണയം നടത്തുന്ന ലാബ് സേവനങ്ങളായിരിക്കും അത് അല്ലെ? അതിനെയാണ് നമ്മൾ ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ഈ പറയുന്ന ബ്ലഡ്, യൂറിൻ, അതുപോലെ ടിഷ്യൂ, സെല്ലുകള്, പിന്നെ സ്പ്യൂട്ടം, സ്റ്റൂള്, ഇങ്ങനെയുള്ള ക്ലിനിക്കൽ സ്പെസിമെൻസുകളൊക്കെ നമ്മൾ പരിശോധനാ വിധേയമാക്കിയിട്ടുണ്ട് രോഗനിർണയം നടത്തുന്ന സേവനങ്ങളായിരിക്കും ഇത്തരം ലാബുകളിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാണ് ക്ലിനിക്കൽ പാത്തോളജി. രണ്ടാമത്തത് എന്താണ്? ക്ലിനിക്കൽ മൈക്രോബയോളജി. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം. മൈക്രോബയോളജി എന്ന് കേൾക്കുമ്പോൾ, മൈക്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്തുമായിട്ട് അതിനെ കണക്ട് ചെയ്യണം? മൈക്രോ ഓർഗാനിസംസുമായിട്ട് കണക്ട് ചെയ്യണം. അതെ, അലോണ കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് മൈഡംജിത കറക്റ്റ് ആണ് കേട്ടോ. മൈക്രോബ്സ്, അതെ, മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഇത്തരത്തിൽ ഏതൊക്കെയാ മൈക്രോ ഓർഗാനിസംസ്? നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ? എന്തൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്സ്, അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസുകളെ പഠന വിധേയമാക്കിയിട്ട് അത്തരത്തിലൂടെ നമ്മൾ അവ വരുത്തുന്ന ഒത്തിരി അസുഖങ്ങളുണ്ട് അല്ലെ? അപ്പൊ അതിനെയൊക്കെ മൈക്രോ ഓർഗാനിസംസുകളെ സ്റ്റഡി ചെയ്തുകൊണ്ട് അനലൈസ്. കറക്റ്റ് ആണ്. അത് വേറെ രീതിയിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കാം. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്സ് പോലുള്ള മൈക്രോ ഓർഗാനിസംസുകളെ പഠന വിധേയമാക്കിക്കൊണ്ട് രോഗനിർണയം നടത്തുന്ന ലാബ് സേവനങ്ങളായിരിക്കും അവിടെ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി. മൂന്നാമത്തെ എന്താണ്? ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. അതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഇപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ബയോളജി ഉണ്ട്, അവിടെ കെമിസ്ട്രി വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? എൻസൈംസ് ഉണ്ട് ഇല്ലേ? നമ്മുടെ ശരീരത്തിനകത്ത് എൻസൈമുകൾ ഉണ്ട്, ഹോർമോണുകൾ ഉണ്ടാവും. കറക്റ്റ് ആണ് കേട്ടോ. ഹോർമോണുകൾ ഉണ്ട്. ഇവയൊക്കെ പഠന വിധേയമാക്കിക്കൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഫ്ലൂയിഡുകളാണ് കേട്ടോ. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ
ഓക്കെ, സൂപ്പർ. കൊളസ്ട്രോൾ ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. അതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ നോക്കുക, ഒരു ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ കൂടുതലും അവിടെ ബോഡി ഫ്ലൂയിഡ്സുകളാണ് നമ്മളവിടെ പഠനം വിധേയമാക്കുന്നത്. ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ഉണ്ടായിരിക്കും, യൂറിൻ ഉണ്ടായിരിക്കും, അല്ലെ, സെറം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ CSF, അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡുകള്, ഇങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സുകളെ പരിശോധനാ വിധേയമാക്കിക്കൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് രോഗനിർണയം നടത്തുന്ന സേവനങ്ങളായിരിക്കും ഏതിനകത്ത് നടത്തുന്നുണ്ടാവാം, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബുകളിൽ നടത്തുന്നുണ്ടാവാം. മനസ്സിലായോ പറഞ്ഞത്? പിന്നെ നാലാമത്തെ പോയിന്റ് ഇതാണ് യൂറിനാലിസിസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, യൂറിനാലിസിസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം? യൂറിൻ ആയിരിക്കും അല്ലെ, ടെസ്റ്റ് ഓഫ് യൂറിൻ അല്ലെ, ഡയഗ്നോസിസ് ഓഫ് ഡിസീസ് ബൈ എന്താണ്, എക്സാമിൻ യൂറിൻ അല്ലെ, യൂറിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് യൂറിൻ ടെസ്റ്റുകളായിരിക്കും. അപ്പൊ യൂറിനാലിസിസ് കേൾക്കുമ്പോൾ തന്നെ അവിടുത്തെ ക്ലിനിക്കൽ സ്പെസിമെൻ ഏതാണ്, യൂറിൻ ഏതാണുള്ളത്, യൂറിൻ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അഞ്ചാമത്തെ എന്താണ്, ബ്ലഡ് ബാങ്ക് അല്ലെ, ബ്ലഡ് ബാങ്ക്. ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ, യൂറിനാലിസിസ്, യൂറിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ, അതുപോലെ ഈ പറയുന്ന ഡയബറ്റിസ് അല്ലെ, ഷുഗർ ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്, പ്രഗ്നൻസി ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, യൂറിൻ ആണ് ഉപയോഗിക്കുന്നത്. അതെ, ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബ്ലഡും യൂസ് ചെയ്യാം, യൂറിനും നമുക്ക് അവിടെ യൂസ് ചെയ്യാം അല്ലെ. ഓക്കെ, അതന്നെ അല്ലോണം കറക്റ്റ് ആണ്. കിഡ്നി സ്റ്റോണുകള് അല്ലെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂറിൻ ഒരു സ്പെസിമെൻ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് യൂറിനാലിസിസ് കേട്ടോ. അഞ്ചാമത്തേത് ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. അഞ്ചിത പറഞ്ഞിരുന്നു പ്രഗ്നൻസി കേട്ടോ. പ്രഗ്നൻസി ഒക്കെ നമുക്ക് നോക്കാം, ബ്ലഡിലൂടെ അറിയാൻ പറ്റും, യൂറിനിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്, ബ്ലഡ് ബാങ്ക് ആണ്. അത് ഞാൻ പിന്നെ പ്രത്യേകം പറയുന്നില്ല, കാര്യം നമ്മൾ ഒരു എന്താ പറയാ ഒരു ഫുൾ ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, ഒരു ക്ലിനിക്കൽ പാത്തോളജി ലാബിന്റെ തന്നെ ഭാഗമാണ് അല്ലെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, നമ്മൾ പഠിച്ചില്ലേ, കുറെ ടെസ്റ്റുകൾ അവിടെ നടത്തുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ് അവിടെ അസുഖങ്ങൾ കണ്ടുപിടിക്കുന്ന എന്തിനു കൂടെ വേണ്ടിയിട്ടാണ്, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് രോഗനിർണയം നടത്തുന്നപ്പോഴും അവിടെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട് അല്ലെ. അവിടുത്തെ ക്ലിനിക്കൽ സ്പെസിമെൻ ഏതാണ്, ബ്ലഡ് ആണ് അല്ലെ, ബ്ലഡ് പ്ലാസ്മ സെറം ഒക്കെയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ യൂറിനാലിസിസും ബ്ലഡ് ബാങ്കും നമുക്ക് ഓൾറെഡി അറിയാം. അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമില്ല. പിന്നെ ബാക്കി മൂന്നെണ്ണത്തെ പറ്റിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം, ക്ലിനിക്കൽ പാത്തോളജി. ഈ ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത് പാത്തോളജിയുടെ തന്നെ ഒരു ബ്രാഞ്ച് ആണ്. ഞാൻ പറഞ്ഞു, ബ്ലഡ്, യൂറിന്, സ്പിരിറ്റം, അതുപോലെ സ്റ്റൂള്, പ്ലാസ്മ, സെറം, ഇങ്ങനെയുള്ള ക്ലിനിക്കൽ സ്പെസിമെൻസിൽ പരിശോധന നടത്തിക്കൊണ്ട് രോഗനിർണയം നടത്തുകയും അതിനനുസരിച്ചുള്ള ചികിത്സയൊക്കെ ചെയ്യുന്ന ഒരു ലാബാണ് ക്ലിനിക്കൽ പാത്തോളജി. അപ്പോ ഈ ക്ലിനിക്കൽ പാത്തോളജിയുടെ സബായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഏതൊക്കെയാണ് നോക്കി ഇത് പഠിച്ചു വെക്കുന്നോണ്ടാ. ക്ലിനിക്കൽ പാത്തോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഫസ്റ്റ് വൺ എന്താണ്, ഹെമറ്റോളജി. ഇതാണ് ഹെമറ്റോളജി. ഓക്കെ, ഹെമറ്റോളജി. പിന്നെന്താണ്, ഹിസ്റ്റോഓക്കിയാളജി. കറക്റ്റ് ആണ് കേട്ടോ, ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ്. ശ്രുതി അംഗത കറക്റ്റ് ആണ് കേട്ടോ. രണ്ടാമത്തത് ഹിസ്റ്റോപാത്തോളജി. രണ്ടാമത്തെ എന്താണ്, ഹിസ്റ്റോപാത്തോളജി. ആൻഡ് തേർഡ് വൺ എന്താണ്, സൈറ്റോളജി. എന്താണ്, സൈറ്റോളജി. ആൻഡ് ഫോർത്ത് വൺ എന്താണ്, റൂട്ടീൻ പാത്തോളജി. എന്താണ്, റൂട്ടീൻ പാത്തോളജി. അപ്പൊ നോക്കിയേ, ക്ലിനിക്കൽ പാത്തോളജി ലാബിന്റെ അതിനകത്ത് വരുന്ന ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്, ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, റൂട്ടീൻ പാത്തോളജി. ഇവ ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഹെമറ്റോളജി നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞാല്, എന്താണ്, സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും എഴുതി വെക്കണം കേട്ടോ. സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെമറ്റോളജി അല്ലെ പറയുന്ന. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ബ്ലഡ് സാമ്പിളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ബോൺ മാരോ സാമ്പിളുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് എന്ത് നടത്തും, നമ്മൾ പല ബ്ലഡ് ഡിസീസുകൾ അല്ലെങ്കിൽ ബ്ലഡ് ഡിസോർഡറുകൾ നമ്മൾ കണ്ടെത്തും അല്ലെ. എന്ന് പറഞ്ഞാൽ അനീമിയ പോലുള്ള അസുഖങ്ങള്, ലുക്കീമിയ പോലെയുള്ള അസുഖങ്ങള്, ലിംഫോമ പോലുള്ള അസുഖങ്ങള്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇതൊക്കെ ബ്ലഡ് ഡിസോർഡർ ആണ്. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ആണ്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്,
ഹെമറ്റോളജിക്കകത്ത് ഹെമറ്റോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും ടെസ്റ്റുകൾ നടത്തുന്നുണ്ടാവുക? ഈ പറയുന്ന ബ്ലഡിലൂടെയും മറ്റ് ഈ പറയുന്ന ബോൺ മാരോ സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നതിലൂടെ എന്ത് കണ്ടെത്താണ്? നമ്മൾ പല ബ്ലഡ് ഡിസീസുകൾ അല്ലെങ്കിൽ ബ്ലഡ് ഡിസോർഡറുകൾ നമ്മൾ കണ്ടെത്താണ്. എങ്ങനെയുള്ളതാണ്? ഇപ്പൊ നമുക്ക് പറയാവുന്നത് അനീമിയ പറയാം, ലുക്കീമിയ പറയാം, അതുപോലെ തന്നെ ലിംഫോമ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതാണ് ഹെമറ്റോളജി, സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. രണ്ടാമത്തെ പറയുന്നേക്കാളും മുന്നേ നമുക്ക് മൂന്നാമത്തെ ഒന്ന് ജസ്റ്റ് പറയാം, എന്നിട്ട് നമുക്ക് രണ്ടാമത്തിലോട്ട് പോകണ്ട. മൂന്നാമത്തെ എന്താണ്? സൈറ്റോളജി. എന്താണ് സൈറ്റോളജി? എന്താണ്? കറക്റ്റ് ആണ് കേട്ടോ. അപ്സര, അൽഫിയ, അമൃത, സ്നേഹ, ശ്രുതി കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് സെൽസ് കേട്ടോ. അറിയാത്തവരെ എഴുതി വെക്കാട്ടോ. അറിയുന്നത് കുറച്ച് പേരുണ്ട്, അറിയാത്തവരുണ്ടെങ്കിൽ അത് എഴുതി എവിടെയെങ്കിലും വെക്കാട്ടോ. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് സെൽസ് കേട്ടോ. കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. കോശങ്ങളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കോശം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. മനുഷ്യ ശരീരം എന്താണ്? കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, കോശങ്ങളാൽ നിർമ്മിതമാണ് മനുഷ്യ ശരീരം. അപ്പൊ ഇത്തരം കോശങ്ങളെ നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്തുകൊണ്ട് സ്റ്റഡി ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത്. പ്രത്യേകിച്ച് നമുക്ക് പറയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ കേട്ടോ. ക്യാൻസർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫെക്ഷൻസ്, മറ്റേതെങ്കിലും എന്താ പറയുക ഇൻഫ്ലമേറ്ററി ഡിസീസുകളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് സെല്ലുകൾ ഉപയോഗിക്കാം കേട്ടോ. ഹിസ്റ്റോപാത്തോളജി പറയാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഹിസ്റ്റോപാത്തോളജി പറയാനായിട്ട് പോകുന്നുള്ളൂ കേട്ടോ അലോണ. ഓക്കെ, സൈറ്റോളജി എന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? എന്താണ്? സ്റ്റഡി ഓഫ് സെൽസ് ആണ് കേട്ടോ. ഓക്കെ, സെല്ലുകൾ പഠന വിധേയമാക്കിക്കൊണ്ട് നമ്മൾ പല രോഗങ്ങളുടെയും ഡയഗ്നോസിസ് നമ്മൾ നടത്താണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുന്നത് ക്യാൻസർ എന്ന് പറയാം കേട്ടോ. സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ ഒക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തത് സൈറ്റോളജി കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു ഹിസ്റ്റോപാത്തോളജി. അതിനൊരു കാരണമുണ്ട്. എന്താണ് ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ? ഹിസ്റ്റോപാത്തോളജി അവിടെ നിൽക്കട്ടെ. എന്താണ് ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാല്? സൈറ്റോളജി സ്റ്റഡി ഓഫ് സെല്ലാണ്. ഹിസ്റ്റോളജി എന്താണ്? യെസ്, കറക്റ്റ്. അൽഫിയ കറക്റ്റ് ആണ് കേട്ടോ. ടിഷ്യൂസ് ആണ് കേട്ടോ. അതെ അല്ലേ, ശ്രുതി കറക്റ്റ് ആണ്. അപ്പൊ അറിയാത്തവരൊന്ന് എഴുതി വെക്കാം. ഹിസ്റ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. ഞാൻ എന്തുകൊണ്ട് സൈറ്റോളജി ആദ്യം പറഞ്ഞെന്ന് വെച്ചാൽ കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ടിഷ്യൂ ഫോം ചെയ്യുന്നത് കേട്ടോ. കോശങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് ടിഷ്യൂ, നമ്മൾ മലയാളത്തിൽ കലകൾ എന്നാണ് പറയുക കേട്ടോ, കലകൾ രൂപപ്പെടുന്നത്. അപ്പോ ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ഡയഗ്നോസിസ് ഓഫ് ഡിസീസ് ബൈ അനലൈസിങ് ടിഷ്യൂ സാമ്പിൾസ് അല്ലെ. ടിഷ്യൂ സാമ്പിൾസുകൾ അനലൈസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് പല രോഗങ്ങളുടെയും ഡയഗ്നോസിസ് നമ്മൾ നടത്തുകയാണ്. അതാണ് ഹിസ്റ്റോപാത്തോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ടിഷ്യൂ പഠനമാണ് കേട്ടോ. അതായത് കലകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ വൈകല്യം, ആന്തരിക ക്ഷതം, അതുപോലെ തന്നെ എന്തെങ്കിലും ടിഷ്യൂകളിൽ എന്തെങ്കിലും അസാധാരണമായിട്ട് സ്വഭാവങ്ങളോ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പൊ പ്രധാനമായിട്ട് ഈ പറയുന്ന പോലെ ക്യാൻസർ എന്ന് പറയാം. ക്യാൻസർ, ഇൻഫെക്ഷൻസ്, എന്താണ് അഞ്ചിത ഹിസ്റ്റോപാത്തോളജി അല്ലെ. ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ഡിസീസസ് ഓഫ് ദ ടിഷ്യൂസ് കേട്ടോ. സ്റ്റഡി ഓഫ് ഡിസീസസ് ഓഫ് ദ ടിഷ്യൂസ് കേട്ടോ. ടിഷ്യൂസ്, സ്റ്റഡി ഓഫ് ദ ഡിസീസസ് ഓഫ് ദ ടിഷ്യൂസ് കേട്ടോ. ഓക്കെ, ആശ്വതി കറക്റ്റ് ആണ്. ബയോപ്സി, അതെ, നമ്മൾ ക്യാൻസർ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ടിഷ്യൂ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് ക്യാൻസർ നമ്മൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഹെമറ്റോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ ഡിസീസ് ഓഫ് ടിഷ്യൂ സാമ്പിൾസ് കേട്ടോ. ടിഷ്യൂ സാമ്പിൾസ്. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് സെൽസ് കേട്ടോ. കോശങ്ങളെ കുറിച്ച് പറയുന്നത് വെച്ചാൽ അവിടെ കോശങ്ങളെ നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ട് പല രോഗങ്ങളുടെയും ഡയഗ്നോസിസ് നമ്മൾ നടത്തുകയാണ് കേട്ടോ. എക്സാമ്പിൾ ക്യാൻസർ, ഇൻഫെക്ഷൻ ഒക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തതാണ് റൂട്ടീൻ പാത്തോളജി. എന്താണ് റൂട്ടീൻ പാത്തോളജി? റൂട്ടീൻ പാത്തോളജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, സ്റ്റഡി ഓഫ് ഡിസീസ് റൂട്ടീൻ ആയിട്ട്. റൂട്ടീൻ പാത്തോളജി ദാറ്റ് ഗിവ്സ് ദ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ ഓവറോൾ ഹെൽത്ത് ഓഫ് എൻ ഇൻഡിവിജ്വൽ.
അല്ലെ? അതായത് ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ളൊരു ഹെൽത്ത് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് റൂട്ടീൻ പാത്തോളജി. ഇപ്പൊ സാധാരണ നമ്മൾ ഒരു കസ്റ്റമറി ടെസ്റ്റ് പോലെയൊക്കെ ചെയ്യുന്നതാണ് അല്ലെ? ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് CBC ഒക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. CBC ടെസ്റ്റ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നാണ് നമ്മൾ പറയുക. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പൊതുവെ ഡോക്ടർ നമുക്ക് എഴുതി തരും, CBC എന്ന് പറഞ്ഞ് എഴുതി തരും, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അതൊരു റൂട്ടീൻ പാത്തോളജി ടെസ്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. നമുക്ക് ആ ഒരു CBC ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും അസുഖങ്ങളും മറ്റുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? റൂട്ടീൻ പാത്തോളജി ദാറ്റ് ഗീവ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഓവറോൾ ഹെൽത്ത് കേട്ടോ. ഓവറോൾ ഹെൽത്ത് മൊത്തത്തിലുള്ള എന്താണെന്ന് വെച്ചാൽ RBC ഒക്കെ അതിനകത്ത് വരും കേട്ടോ. RBC ഇതൊക്കെ വരും. റൂട്ടീൻ CBC ഇറങ്ങില്ലേ? CBC എന്ന് വെച്ചാൽ എന്താണ്? അതെ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്. അപ്പൊ അതിനകത്ത് എല്ലാം വരും. RBC വരും, WBC വരും, പ്ലേറ്റ്ലെറ്റ് വരും. പിന്നെ WBCയുടെ തന്നെ പലതരങ്ങളുണ്ട്. ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഇസിനോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും. നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ CBC ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്കൊക്കെ CBC ചെയ്യുന്നത് പൊതുവെ നമുക്ക് നല്ലതാണ്. ഓക്കെ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. RBCയും WBCയും പ്ലേറ്റ്ലെറ്റും എല്ലാം നമുക്ക് അതിലൂടെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ESR ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പോ നമ്മൾ ഈ പറഞ്ഞതെല്ലാം തന്നെ ക്ലിനിക്കൽ പാത്തോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്തൊക്കെയാണ്? ഒന്ന് ഹെമറ്റോളജി, രണ്ടാമത്തത് ഹിസ്റ്റോപാത്തോളജി, മൂന്നാമത്തത് സൈറ്റോളജി, നാലാമത്തത് റൂട്ടീൻ പാത്തോളജി. ഓക്കെ, അതിൽ വരുന്ന ബ്രാഞ്ചുകളിൽ നമുക്ക് മനസ്സിലായില്ലേ ഓരോന്നും എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്നും എന്തിനെയാണ് അവിടെ പഠന വിധേയമാക്കുന്നതെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ ഞാൻ ഈ പറഞ്ഞത്? എല്ലാവർക്കും ഓക്കെ അല്ലേ? ശരി, നിങ്ങളെ കാണാത്ത ഇറക്കിയിട്ട് അങ്ങനെ ഞാൻ കാണാറില്ല, പക്ഷെ ക്യാമറ ഇല്ലാത്തതുകൊണ്ടേ സുഖമില്ല. ഓക്കെ, അടുത്തതാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി കേട്ടോ. രണ്ടാമത്താണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? മൈക്രോ ഓർഗാനിസംസുമായിട്ട് കണക്ട് ചെയ്യണം അല്ലെ? അവിടെ നമ്മൾ എന്തിനൊക്കെയാണ് പഠിക്കുന്നത്, പഠന വിധേയമാക്കുന്നത്? ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പാരസൈറ്റ്സ്. അപ്പൊ അതിനനുസരിച്ച് ഓരോ ഉപവിഭാഗങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. ക്ലിനിക്കൽ മൈക്രോബയോളജിക്കകത്ത് വരുന്ന ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ബാക്ടീരിയോളജി. എന്താണ് ബാക്ടീരിയോളജി? എന്താണ് ബാക്ടീരിയോളജി? യെസ്, കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് ബാക്ടീരിയ അല്ലെ? സ്റ്റഡി ഓഫ് ബാക്ടീരിയ. നമ്മൾ പ്രധാനമായിട്ടും ബാക്ടീരിയ, അതിന്റെ ഫംഗ്ഷൻ, അതിന്റെ ഗ്രോത്ത്, അതിന്റെ റെപ്ലിക്കേഷൻ, ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പല രോഗങ്ങളെയും നമ്മൾ ഡയഗ്നൈസ് ചെയ്യാണ് അല്ലെ? അതിനെയാണ് നമ്മൾ ബാക്ടീരിയോളജി. ഓക്കെ, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മൈക്രോബയോളജി that deals with the study of bacteria അല്ലെ? ബാക്ടീരിയനെ പഠിക്കുകയാണ്. അപ്പൊ ബാക്ടീരിയ വരുത്തുന്ന ഒരുപാട് അസുഖങ്ങൾ ഉണ്ട് അല്ലെ? നിങ്ങൾക്കറിയാം എലിപ്പനി ബാക്ടീരിയ വരുത്തുന്ന അസുഖമാണ് എലിപ്പനി. അതുപോലെ തന്നെ കോളറ കേട്ടിട്ടില്ലേ? കോളറ, ടൈഫോയിഡ്, ഇതൊക്കെ എന്താണ്? ബാക്ടീരിയ വരുത്തുന്ന അസുഖങ്ങൾ. ഇനിയുണ്ട് കേട്ടോ, ഒരുപാട് ഉണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ എഴുതി വെക്കുക സ്റ്റഡി ഓഫ് ദ ബാക്ടീരിയ. ഓക്കെ, സ്റ്റഡി ഓഫ് ദ ബാക്ടീരിയ. ഓക്കെ, ഇനി അടുത്തതാണ് മൈക്കോബാക്ടീരിയോളജി. രണ്ടാമത് എന്താണ്? മൈക്കോബാക്ടീരിയോളജി. എന്താണ് മൈക്കോബാക്ടീരിയ എന്ന് പറഞ്ഞാല്? അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റഡി അല്ല ഫംഗസ് അല്ല കേട്ടോ, ഫംഗസ് അല്ല കേട്ടോ. മൈക്കോബാക്ടീരിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റഡി ഓഫ് ദ മൈക്കോബാക്ടീരിയ. മൈക്കോബാക്ടീരിയ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും TBക്കൊക്കെ കാരണമാവുന്നത് കേട്ടോ. TB കേട്ടിട്ടില്ലേ? ട്യൂബർകുലോസിസ്, ക്ഷയരോഗം. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അസുഖമാണ് ക്ഷയരോഗം കേട്ടോ. മൈക്കോബാക്ടീരിയ എന്ന് പറയുമ്പോൾ സാധാരണ ബാക്ടീരിയ തന്നെ ട്യൂബർകുലോസിസ്, അതുപോലെ ലെപ്രസി കേട്ടിട്ടുണ്ട്, കുഷ്ഠരോഗം, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുത്തുന്ന ഒരു ബാക്ടീരിയ ആണ് കേട്ടോ. അത് മറ്റുള്ള ബാക്ടീരിയയിൽ നിന്ന് കുറച്ചുകൂടെ ഹാംഫുൾ ആണ്. മൈക്കോബാക്ടീരിയ എന്ന് പറയുമ്പോൾ മറ്റുള്ള ബാക്ടീരിയകളെ അപേക്ഷിച്ച് കുറേ കൂടെ ഹാംഫുൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുള്ള ബാക്ടീരിയ ആണ് കേട്ടോ. ഈ മൈക്രോ ബാക്ടീരിയ വരുത്തുന്ന അസുഖങ്ങളാണ് ട്യൂബർകുലോസിസ്, ക്ഷയരോഗം, അതുപോലെ തന്നെ ലെപ്രസി ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റഡി ഓഫ് മൈക്രോ ബാക്ടീരിയ ദാറ്റ് ഈസ് കോൾഡ് മൈക്രോ ബാക്ടീരിയോളജി. അപ്പൊ നമുക്ക് ക്ഷയരോഗം നിർണ്ണയിക്കാനൊക്കെ ആയിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? മൈക്രോ ബാക്ടീരിയനായിരിക്കും നമ്മൾ പരിശോധനാ വിധേയമാക്കിയിട്ട് നമ്മൾ ക്ഷയരോഗം നിർണ്ണയിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ ആണ്.
അടുത്തത് എന്താണ് വൈറോളജി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും. സ്റ്റഡി ഓഫ് വൈറസ്. കറക്റ്റ് ആണ് കേട്ടോ. അപ്സര, കൃപ, ശ്രുതി, ആലഫി, അശ്വതി, ഹിസാന, അഭിജിത്ത് കറക്റ്റ് ആണ്, അഞ്ജിത കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് വൈറസസ്. നമുക്ക് എന്ത് പറയാം. വൈറോളജി ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് വൈറസസ് ഇൻക്ലൂഡിംഗ് ദെയർ സ്ട്രക്ചർ, ഡിസീസസ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് ഹോസ്റ്റ്. അല്ലെ, ഈ പറയുന്ന വൈറോളജി എന്ന് പറയുമ്പോൾ വൈറസുകളെ കുറിച്ചുള്ള പഠനമാണ്. അല്ലെ, വൈറസുകൾ വരുത്തുന്ന അസുഖങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അതിലൂടെ പഠനം നടത്തുക. ദാറ്റ് ഈസ് കോൾഡ് വൈറോളജി. ഇപ്പൊ വൈറസ് വരുത്തുന്ന ഇഷ്ടംപോലെ അസുഖങ്ങളുണ്ട്. അല്ലെ, ഇപ്പൊ കൊറോണ നമുക്ക് എക്സാമ്പിൾ പറയാം, HIV നമുക്ക് പറയാം, ഒരുപാട് അസുഖങ്ങളുണ്ട്. ഒരുവിധം എല്ലാവിധ പനികളും ഒരുവിധ എല്ലാ പനികളും എന്ത് വരുത്തുന്നത് തന്നെയാണ്, വൈറസ് മൂലം ഉണ്ടാകുന്നതാണ്. അല്ലെ, ഓക്കെ. അടുത്തതാണ് മൈക്കോളജി. അതാണ് നിങ്ങൾ പറഞ്ഞ സ്റ്റഡി ഓഫ് ഫംഗസ് കേട്ടോ. അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്. സ്റ്റഡി ഓഫ് മസിലല്ല കേട്ടോ, അത് മയോളജിയാണ് കേട്ടോ. അമൃത, അത് മയോളജിയാണ് കേട്ടോ. മയോളജി ഉണ്ട്, ഇത് മൈക്കോളജി. ഒരു സി ഉണ്ട് കേട്ടോ അവിടെ, ശ്രദ്ധിക്കണേ. ഇങ്ങനെ നമുക്ക് തെറ്റ് പറ്റാം. മയോളജിയാണ് കേട്ടോ. മയോ എന്ന് പറയുമ്പോൾ അത് മസിലാണ് കേട്ടോ. ഇത് മൈക്കോ എന്നാണ്. മൈക്കോ സി ഉണ്ട്. മൈക്കോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് ഫംഗി കേട്ടോ. ഫംഗി പ്ലൂറൽ ഫോമിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ. രോഗകാരികളായിട്ട് ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് അതിനെ എന്ത് പറയുന്നത്, മൈക്കോളജി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത്ലറ്റ്സ് ഫുഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത്ലറ്റ്സ് ഫുഡ് നമ്മുടെ ഈ കാല് വിരലുകൾക്കൊക്കെ ഇടയിൽ ഉണ്ടാകുന്ന ഈ എന്താ ഫംഗസ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് കേട്ടോ. വളംകടി ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടോ. ഇതൊക്കെ എന്താണ്, അത്തരത്തിലുള്ള ഇതൊക്കെ ഫംഗസ് വരുത്തുന്ന അസുഖങ്ങളാണ് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് അതിനെ പഠന വിധേയമാക്കിക്കൊണ്ട്, ഫംഗസുകളെ നമ്മൾ പഠന വിധേയമാക്കി അതിനെ സ്റ്റഡി ചെയ്തുകൊണ്ട് പല രോഗങ്ങളുടെയും ഡയഗ്നോസിസ് നമ്മൾ നടത്തുന്നു. അതിനെയാണ് മൈക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിത് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ. മൈക്കോളജി എന്താണ്, സ്റ്റഡി ഓഫ് ഫംഗസ് ആണ്. ഓക്കെ. അടുത്തതാണ് പാരസൈറ്റോളജി. എന്താണ് പാരസൈറ്റോളജി? പേര് കേൾക്കുമ്പോൾ എന്താണ്, ഇസ് കറക്റ്റ് ആണ്. സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. അല്ലെ, പാരസൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. മറ്റുള്ള എന്താ പറയാ ജീവികളുടെ അതിന്റെ പുറത്തോ അകത്തൊക്കെ വസിക്കുന്നതാണ് പാരസൈറ്റ്സ്. നമ്മുടെ ശരീരത്തിനകത്തുണ്ട് പാരസൈറ്റുകൾ ഉണ്ടാക്കി. വിരകളൊക്കെ ഉണ്ടാവില്ല. വിരകൾ മൂലമൊക്കെ നമുക്ക് അസുഖം, നമ്മുടെ വയറിനകത്തൊക്കെ തന്നെ പല വിരകള് നമുക്ക് വരാറുണ്ട്. അല്ലെ, പ്രത്യേകിച്ച് അതുമൂലം ഉണ്ടാകുന്നതാണ് നമുക്ക് വയറിളക്കം വരിക, ഡയേറിയ. ഇതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പാരസൈറ്റ്സ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പൊ പാരസൈറ്റോളജി അതെ, റൗണ്ട് വേം, ഹുക്ക് വേം, അതെ കറക്റ്റ് ആണ് കേട്ടോ. വേംസുകൾ വിരകള് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് കേട്ടോ. അപ്പൊ പാരസൈറ്റോളജി മീൻസ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് കേട്ടോ. പാരസൈറ്റ്സിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്, പാരസൈറ്റോളജി. വിരകള് കേട്ടോ. എക്സാമ്പിൾ ഏതൊക്കെയാണ് അതൊക്കെ വരുത്തുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ, ഡയേറിയ, അതുപോലെ തന്നെ വാട്ടറിയോർ ലൂസി സ്റ്റൂൾസ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. വയറിളക്കം വരില്ല ആ ഒരു അവസ്ഥയാണ് കേട്ടോ. ക്ലിയർ ആയോ പാരസൈറ്റോളജി എന്താണ്? അടുത്തതാണ് ഇമ്മ്യൂണോളജി കേട്ടോ. ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, പേര് പോലെ തന്നെ സ്റ്റഡി ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. അല്ലെ, ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ, നമ്മളുടെ ആ ഒരു പ്രതിരോധ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെ കണ്ടെത്തുന്ന ആ ഒരു എന്താ പറയാ ബ്രാഞ്ച് ആണ് അല്ലെ ഇമ്മ്യൂണോളജി. ഇപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം. ഓക്കെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളാണ് അല്ലെ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇമ്മ്യൂണോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് ഈ പറഞ്ഞ അലർജി, ക്യാൻസർ, അതുപോലെ തന്നെ പ്രമേഹം, ഇങ്ങനെയുള്ള പല അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധകളൊക്കെ നമുക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയ ഇമ്മ്യൂണോളജി എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചുള്ള പ്രതിരോധ സംവിധാനത്തെ കുറിച്ചുള്ള പഠനമാണ്. അടുത്തതാണ് സെറോളജി. എന്താണ് സെറോളജി കേട്ടോ. എന്താണ് സെറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റഡി ഓഫ് സെറം ആണ് കേട്ടോ. സെറത്തെ കുറിച്ചുള്ള പലർക്കും സംശയമാണ് എന്താണ് ഈ സെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മുടെ ബ്ലഡിലെ തന്നെ ക്ലിയർ പോർഷൻ ആണ് കേട്ടോ. ബ്ലഡിന്റെ തന്നെ ക്ലിയർ ലിക്വിഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്ലഡ് സെല്ലുകളുണ്ട്, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ അടങ്ങുന്നതാണ് ഒരു ബ്ലഡ് അല്ലെ. ഈ പറയുന്ന ബ്ലഡ് സെല്ലുകളെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനൊക്കെ മാറ്റി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്ന ആ ഒരു ലിക്വിഡ്, ക്ലിയർ ലിക്വിഡ് ഉണ്ടല്ലോ, അതിനെയാണ് സെറം എന്ന് പറയുന്നത് കേട്ടോ.
മനസ്സിലായോ? സെറം എന്ന് പറഞ്ഞ ബ്ലഡിന്റെ തന്നെ ഭാഗമാണ്. ബ്ലഡിന്റെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ബ്ലഡ് സെല്ലുകളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഒരു ക്ലിയർ പോർഷൻ, ആ ക്ലിയർ ലിക്വിഡ് പോർഷൻ, ദാറ്റ് ഈസ് കോൾഡ് സെറം. അപ്പൊ ഈ സെറോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് അത് തന്നെ യെല്ലോയിഷ് ക്ലിയർ ആയിരിക്കും, ക്ലിയർ ലിക്വിഡ് ആയിരിക്കും കേട്ടോ സെറം എന്ന് പറയുന്നത്. അപ്പൊ സെറോളജി എന്താണ്? സ്റ്റഡി ഓഫ് സെറം. ഈ സെറത്തിന് നമ്മൾ അനലൈസ് ചെയ്യുന്നതിലൂടെ പല രോഗങ്ങളെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. സെറത്തിന് അനലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആന്റിബോഡീസുകൾ ഉണ്ടെങ്കിൽ, ആന്റിജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? അനലൈസ് ചെയ്യാണ് കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്, രോഗങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ആന്റിബോഡികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ആന്റിബോഡി നമുക്ക് രോഗനിർണയത്തിന് സഹായിക്കുന്ന ചില സ്പെഷ്യൽ ആന്റിബോഡീസുകളുടെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സെറോളജിയിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? സെറോളജി എന്താന്നുള്ളത്, സെറം എന്താന്നുള്ളത് ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. 45 മിനിറ്റ് ആണ് ക്ലാസ് എടുക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമുക്ക്? ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാണ്ട് നിങ്ങളെ സംബന്ധിച്ച് എന്താണ് ബാക്ടീരിയോളജി അങ്ങനെയൊന്നും അല്ല ചോദിക്കുന്നത്. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ മൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ സ്റ്റഡി ഓഫ് ഫംഗസ് ആണ്, പാരസൈറ്റോളജി കേൾക്കുമ്പോൾ സ്റ്റഡി ഓഫ് പാരസൈറ്റ് ആണ്. അതുപോലെ ഓരോന്ന് ഏത് ബ്രാഞ്ചിലാണ് വരുന്നത്. ഇപ്പൊ ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, റൂട്ടീൻ പാത്തോളജിനെ കേൾക്കുമ്പോൾ അത് ക്ലിനിക്കൽ പാത്തോളജിയുടെ ഭാഗമാണ്. ബാക്ടീരിയ, മൈക്രോ ബാക്ടീരിയ, വൈറസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാതെ മൈക്രോ ഓർഗാനിസംസ് ആണ്. സോ അത് ഏതിലായിരിക്കും പെടുന്നുണ്ടാവുക? ക്ലിനിക്കൽ മൈക്രോ ബയോളജിക്കകത്താണ്. നമുക്ക് അപ്പൊ തന്നെ ഓൾറെഡി പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ പഠിക്കാനുണ്ട് കേട്ടോ, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എന്നിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ് ലക്ഷ്മി. ഓക്കെ കേട്ടോ, പവർ ഫെയിലിയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയാ ക്യാമറ ഓഫ് ചെയ്തെടുക്കാൻ പറഞ്ഞത്. അത് ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് ഇപ്പൊ ഉണ്ടാവും കേട്ടോ, ഇപ്പൊ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റ് എടുക്കാൻ പറ്റുള്ളൂ മിക്കവാറും കേട്ടോ. അടുത്ത ക്ലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇൻഫോം ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു.